ഹലോ ഗൈസ്, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് വേറൊരു ക്യാൻഡിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ക്യാൻഡിൽസ് എടുക്കുക, അതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഒരു സ്റ്റീൽ ബൗളാണ് എടുത്തേക്കണത്. ഇതിൽ ഞാൻ ലൈറ്റർ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ പിള്ളേർ ഇതൊന്നും ചെയ്യേണ്ട കേട്ടോ. പിന്നെ നമ്മൾ വാസലിൻ എടുത്ത് ഒരു സ്പൂണിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പൂണ് നമ്മുടെ മെൽറ്റ് ക്യാൻഡിലേക്ക് വെക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ലെയർ ആയിട്ട് വരും. എന്നിട്ട് നമുക്കിത് പല ഷേപ്പിലേക്കൊക്കെ മാറ്റാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് ട്രൈ മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ബാക്കി കുറേ വട്ടം ചെയ്തിട്ടൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാനൊരു ട്രിക്ക് കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യുന്നതിൽ വെക്കുക, എന്നിട്ട് നമ്മളൊരു തണുത്ത വെള്ളത്തിലേക്ക് വെക്കുക, എന്നിട്ട് വീണ്ടും മെൽറ്റ് ആയിലേക്ക് വെക്കുമ്പോൾ ഇത് ഇതുപോലെയായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ പതുക്കെ ഇതുപോലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ലെയർ ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാം, ഇതെൻ്റെ സ്വന്തം ഐഡിയ ഒന്നും അല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാൻഡിലാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്താണ് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും വാസലിൻ തേക്കുക, അതുപോലെ മെൽറ്റ് ആയിലേക്ക് വെക്കാം, വീണ്ടും തണുത്ത വെള്ളത്തിൽ വെക്കുക, എന്നിട്ട് വീണ്ടും മെൽറ്റ് ആയിൽ വെക്കുക. അപ്പോൾ ഇത് ഇതുപോലത്തെ ലെയർ ആയിട്ട് വരും. എന്നിട്ട് അതൊന്ന് വീണ്ടും സ്ലൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെറ്റൽസ് അത് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം, എങ്കിലത് ജോയിൻ ആയി ഇരിക്കുള്ളൂ. ഡ്രൈ കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടി പോകുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ ഷേപ്പിലെ ക്യാൻഡിൽ റെഡി ആയിട്ടുണ്ട്. ഒരു തിരിയും കൂടി വെച്ചെടുത്തു, കത്തിച്ചും കൂടി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇതെല്ലാവരും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.